ഹായ് കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബാലൻസ് അപവർത്തനത്തിൻ്റെ ചില പ്രായോഗിക ഫലങ്ങൾ, അതിൻ്റെ എക്സാമ്പിളുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത്, അസ്തമനത്തിന് ശേഷവും അല്പനേരം കൂടി സൂര്യനെ കാണാൻ കഴിയുന്നു. നിങ്ങൾ ഈ പിക്ചർ ഓർത്തില്ലെങ്കിലും ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. എന്താണ് അപവർത്തനത്തിൻ്റെ ചില പ്രായോഗിക ഫലങ്ങളിൽ 3 എക്സാമ്പിളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, അസ്തമനത്തിന് ശേഷവും അല്പനേരം കൂടി സൂര്യനെ കാണാൻ കഴിയുന്നു. രണ്ടാമത്തെ എക്സാമ്പിളാണ്, ജലാശയത്തിന് ആഴം കുറഞ്ഞതുപോലെ തോന്നുന്നു. ജലാശയത്തിന് ആഴം കുറഞ്ഞതുപോലെ തോന്നുന്നതും അപവർത്തനത്തിൻ്റെ പ്രായോഗിക ഫലങ്ങളിൽ ഒന്നാണ്. മൂന്നാമത്തെ ഉദാഹരണമാണ്, പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു. അതായത് മഴവിൽ ഉണ്ടാകുന്നത് പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു. അടുത്ത പോർഷനാണ് ലെൻസുകൾ. ചിത്രത്തിൽ കാണുന്നതുപോലെ 2 ഗോളോപരിതലങ്ങൾക്കിടയിൽ ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. അതായത് നമ്മൾ മിറർ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദർപ്പണം ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്താണ് ദർപ്പണം എന്ന് പറഞ്ഞാൽ? ഒരു ഗോളത്തിൻ്റെ ഭാഗം, അതായത് പ്രതിപതന തലം ഒരു ഗോളത്തിൻ്റെ ഭാഗമായിരിക്കും, ഒരു ഗോളത്തിൻ്റെ ഭാഗമായിരിക്കും. ഇവിടെ ലെൻസ് പഠിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പഠിക്കേണ്ടത് 2 ആദ്യത്തെ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ, ആദ്യത്തതും രണ്ടാമത്തതും. അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ 2 ഗോളോപരിതലങ്ങൾക്കിടയിൽ ലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് എന്ത്? ലെൻസ്. അടുത്ത പോർഷനാണ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ, വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാലും കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തി പ്രതിബിംബത്തെ റെറ്റിനയിൽ പതിപ്പിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ്? ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തി പ്രതിബിംബത്തെ റെറ്റിനയിൽ അടുത്തതാണ് പ്രകാശ പ്രകീർണനം. അതായത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ധവളപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി, അതായത് വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രവർത്തനമാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. അടുത്തത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഏതൊരു കാഴ്ചയും 1/16 സെക്കൻഡ് സമയം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും. അതിനിടയിൽ എല്ലാ നിറങ്ങളും കടന്നുപോയാൽ അവയെല്ലാം ചേർന്ന് നമുക്ക് വെളുത്ത നിറമായേ തോന്നുകയുള്ളൂ. ഏതൊരു കാഴ്ചയുടെയും അനുഭവവും 1/16 സെക്കൻഡ് തങ്ങി നിർത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റൻസി ഓഫ് വിഷൻ. അടുത്തത് പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും. 7 വർണ്ണങ്ങൾ നീല, പച്ച, ചുവപ്പ് വർണ്ണങ്ങൾ മാത്രം സംയോജിച്ച് നോക്കിയാലും വെളുപ്പ് നിറം ലഭിക്കും. ചുവപ്പ്, പച്ച, നീല വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഏത് വർണ്ണങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ ഈ വർണ്ണങ്ങൾ മറ്റൊന്നും ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധ്യമല്ല. അതായത് മറ്റു നിറങ്ങൾ ചേർത്താൽ നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ഈ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏത് വർണ്ണങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഇവ 3നെയും ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള വർണ്ണങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ? ചുവപ്പ്, പച്ച, നീല. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വർണ്ണങ്ങളെ നമുക്ക് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയാം. അതായത് പച്ചയെ ചുവപ്പിനോട് ചേർത്താൽ മഞ്ഞ ലഭിക്കും, പച്ചയെ നീലയോട് ചേർത്താൽ സയൻസ് ലഭിക്കും, നീലയോട് ചുവപ്പ് ചേർത്താൽ മജന്ത ലഭിക്കും. അപ്പോൾ നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ തമ്മിൽ ചേർത്താൽ പുതിയൊരു വർണ്ണം കിട്ടും. അതാണ് ദ്വിതീയ വർണ്ണങ്ങളെന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് വിസരണം. എന്താണ് വിസരണം? ക്രമമല്ലാത്ത പ്രതലങ്ങളിൽ തട്ടി പ്രകാശം നാനാഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിനെയാണ് വിസരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.